ദീപ ജോസഫ് ഇവിടെ തങ്ങളുടെ പോസ്റ്റിലേക്ക് തന്നെ വരികയാണ്. പിന്നെ അകത്തിടേണ്ട തുണി പുറത്തിട്ടും പുറത്തിടേണ്ടതൊക്കെ അകത്തുമിട്ട് ഷോ കാണിച്ച് നടന്നിട്ട് പരിഷ്കാരവും ആവിഷ്കാരവും സ്വാതന്ത്ര്യവും ആണെന്ന് മേനി പറഞ്ഞിട്ട് എന്ത് കാര്യം? മാനം പോയി മീഡിയയ്ക്ക് മുന്നിൽ വന്നൊരുത്തിയെ കണ്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു സ്ത്രീവിരുദ്ധ വർത്തമാനമാണെന്ന് താങ്കൾ താങ്കൾ സുപ്രീം കോടതി അഭിഭാഷകരല്ലേ, ഇങ്ങനെയൊക്കെ പറയാവോ? അല്ല, എന്റെ പൊസിഷനുമായിട്ട് എന്റെ പോസ്റ്റിനെ നിങ്ങൾ ബന്ധിപ്പിക്കേണ്ട. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാൻ അവകാശമില്ല, പിന്നെ അത് ആർക്കാണ് പറയാൻ അവകാശമുള്ളത്? അല്ലാതെ സ്ത്രീ വിരുദ്ധമാണ്. എന്റെ കണ്ണു മുമ്പിൽ കാണുന്നതിനെ ഞാൻ പ്രതികരിക്കാതിരിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത്? അത് സ്ത്രീ വിരുദ്ധമാണ്. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും സ്ത്രീ വിരുദ്ധമാണെന്ന്? നൈതിക വിരുദ്ധമാണ്. അത്യാവശ്യത്തിന് ഡ്രസ്സ് ധരിച്ച് അത് ഈ പറയുന്ന ട്രോമയിൽ കഴിയുന്നവരെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നതാണ്. നിങ്ങൾ പറയുന്നതല്ലേ? നിങ്ങൾ കൂടെ നിൽക്കേണ്ടവരാണ് ദീപ, അല്ലേ? ബാക്ക് സ്റ്റാബ് ചെയ്യാവോ? അങ്ങനെയാണെങ്കിൽ ഇഷ്ടം പോലെ സ്ത്രീകള് ട്രോമയിലാണ് കഴിയുന്നത്. അത്യാവശ്യം ഡ്രസ് ഉപയോഗിച്ച് മാന്യമായ രീതിയിൽ ഡ്രസ് ഉപയോഗിച്ച് നടക്കുന്നവർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. നിങ്ങൾ ഏത് കാലത്ത് നിന്ന് സംസാരിക്കുന്നത് ദീപ? നിങ്ങൾ ഏത് കാലത്തിരുന്നാ സംസാരിക്കുന്നേ? മാന്യമായിട്ട് ഡ്രസ് ധരിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. മാന്യമായിട്ട് ഡ്രസ് ധരിക്കുന്നതിനെ ചോദ്യം ചെയ്തതിന് ആദ്യമായിട്ട് പ്രതികരിച്ചു കാണുവാൻ ഞാൻ. ആളുടെ ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ ഇങ്ങനെയാണോ ധരിക്കുന്ന ഡ്രസ്? അയ്യേ, ഭാര്യ അമ്മ പെങ്ങൾ അതൊക്കെ പഴയ വാദമല്ലേ? അതൊക്കെ 1982 വാദമല്ലേ? 2021 പറയാവോ? ഞാൻ പറയുന്നത് ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ. അല്ലല്ല അഡ്വക്കേറ്റ് ദീപ, അല്ല ആ പുരുഷൻ അത് ആരാണ്? അദ്ദേഹത്തിന്റെ ഇങ്ങനത്തെ ഡ്രസ്സാണോ ധരിക്കുന്നത്? അയ്യോ, അങ്ങനെ വ്യക്തിപരമല്ല, അങ്ങനെ വ്യക്തിപരമല്ല. അങ്ങനല്ല ഇവിടുത്തെ പ്രശ്നം. അല്ലല്ല ഇവിടുത്തെ പ്രശ്നം എന്റെ വീട്ടിൽ നിന്റെ വീട്ടിൽ എന്നുള്ളതല്ല. അല്ല അഡ്വക്കേറ്റ് ദീപ ജോസഫ്, ഇവിടെ എന്റെ വീട് നിന്റെ വീട് തുടങ്ങിയ എന്താണ് വൈയക്തിക വൈകാരികതയിലേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം ഒരു യുവ നേതാവിനെതിരെ ആരോപണങ്ങളുടെ കുത്തൊഴുക്കുണ്ടാവുന്നു, ശബ്ദരേഖകൾ പുറത്തേക്ക് വരുന്നു. ആ ശബ്ദരേഖ പുറത്തേക്ക് വരുമ്പോൾ താങ്കൾ അടക്കമുള്ളവർ ബാക്ക് സ്റ്റാബ് ചെയ്യാണ്. അപമര്യാദയായിട്ട് എന്നോട് പെരുമാറാണെങ്കിൽ അപമര്യാദയല്ല, നിങ്ങൾ സംസാരിച്ചത്. ഞാൻ വാദിക്കുന്ന കോടതിയിൽ അയാളോട് വരാൻ പറയൂ, ഞാൻ കാണിച്ചു കൊടുക്കാം. എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? ഞാൻ ആരോട് സംസാരിക്കുന്നത്? ഈ പറയുന്ന വ്യക്തിയോടാണോ? അല്ല ഞാൻ പറഞ്ഞത് VK സനോജിനോട് വ്യക്തിപരമായി ചോദിക്കുമ്പോൾ സ്വാഭാവിക പ്രകോപനം ഉണ്ടാവില്ലേ? താങ്കൾ അങ്ങനെ പറയാൻ പാടില്ല. ദീപ ജോസഫ്, എന്റെ ചോദ്യം അത് ഇല്ലല്ല, താങ്കളുടെ മനോഗതി എന്താണെന്നല്ല, പക്ഷെ താങ്കൾ എഴുതി വെക്കുന്നതും പറയുന്നതും ഒക്കെ സ്ത്രീ വിരുദ്ധമാണ്. സനോജ്, ദീപ ജോസഫ്